യേശുവേ നീ നൻപെന്നും എന്നിൽ നിറയുന്നു. എൻ പാപമെല്ലാം നീക്കി രക്ഷ നൽകി നീ. നിന്റെ സ്നേഹം എന്നാശ്രയം, നിന്റെ ത്യാഗം എൻ ജീവനം. യേസസ് എൻ യേസസ് എന്റെ രക്ഷകൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. സ്റ്റുഡൻസിൻ്റെ എക്സാം പ്രയറാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഒരുക്കിയിരിക്കുന്നു. ഈ പ്രാർത്ഥന ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ റിക്വസ്റ്റ് കമൻസിൽ ഇട്ടിരുന്നു. അവരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ പ്രാർത്ഥന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്. ഇപ്പോൾ എക്സാം എഴുതിയവർക്കും ഇനിയും എക്സാം എഴുതാൻ പോകുന്നവർക്കും എക്സാം റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇത്. ഇതിൽ മെയിനായിട്ട് 10th SSLC, CBSE, ICSE, +2, ഡിഗ്രി, PG, അതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന അനേകായിരം വ്യക്തികളുണ്ട്, സ്റ്റുഡൻസ്. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന. അതോടൊപ്പം തന്നെ IELTS, OET, ഗവൺമെൻറ് സർവീസിൽ എക്സാം എഴുതുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേക കാറ്റഗറി ഒന്നുമില്ല. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന, എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ പാർട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ധർമ്മമാണ്. നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ ചില സമയങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. എക്സാം റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും പ്രാർത്ഥനയുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പഠിച്ചിട്ടും മറന്നത്, റിവിഷൻ ചെയ്തിട്ടും എക്സാം ഹാളിൽ റീകോൾ ചെയ്യാൻ കഴിയാത്തത്, സമയക്കുറവ് മൂലം എക്സാം പേപ്പർ പൂർണ്ണമാക്കാൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ, പേഴ്സണൽ ഇഷ്യൂസ്, ഫാമിലി പ്രഷർ, ആങ്സൈറ്റി, നെർവസ്നെസ്, മെൻ്റൽ ബ്ലോക്ക്, എക്സാം സ്ട്രെസ്, പലപ്പോഴും പ്രോപ്പർ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടും ഫിയർ, സ്ട്രെസ് ഓർ ടെൻഷൻ ഫേസ് ചെയ്യേണ്ടതായി വരുന്നു. പലപ്പോഴും വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും പകുതി പഠിച്ചിട്ടും ബാക്കി പൂർണ്ണതയിൽ എത്താൻ സാധിക്കാതെ പോകുന്ന അവസരങ്ങൾ. നാം നമ്മുടെ പാട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ. താൻ പാതി ദൈവം പാതി. എന്നാൽ വലിയ വലിയ അത്ഭുതങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പഠിച്ചിട്ട് ഞാൻ എക്സാം എഴുതാൻ വന്നപ്പോൾ എല്ലാം മറന്നുപോകുന്ന സിറ്റുവേഷൻ പല സ്റ്റുഡൻസിനും ഉണ്ടാവാറുണ്ട്. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പല സ്റ്റുഡൻസും ദൈവത്തോട് ചോദിക്കാറുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും അവിടെ ഒരു മിറക്കിൾ വീണ്ടും സംഭവിക്കും. കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രാർത്ഥനകൾ നിങ്ങളെ ഉന്നതിയിലെത്തിക്കും, വിജയിപ്പിക്കും. ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, നിങ്ങളെ ചേർത്ത് പിടിക്കും. ഈ പ്രയർ നിങ്ങൾ ദിവസവും കേൾക്കുക. മനസ്സിനെ വളരെയധികം
കോൺസെൻട്രേറ്റ് ചെയ്തു വെച്ച് വേണം നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുവാൻ. കഴിയുമെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. വേണ്ടാത്ത ചിന്തകളൊന്നും ഈ സമയങ്ങളിൽ പാടില്ല. കഴിയുമെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാവും. ദൈവത്തിൻ്റെ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പലപ്പോഴും പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് മാത്രമാണ് സാത്താൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തും. അതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു പിക്ചർ അസംഷൻ ആണെങ്കിൽ പോലും ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫെയ്ത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനും ഫെയ്ത്തിലേക്ക് കൂടുതൽ കടന്നു വരുവാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു 10 മിനിറ്റ് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വിജയമുണ്ടാവും. എല്ലാവർക്കും വളരെയധികം സക്സസ് ഉണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. എല്ലാവരും അവരുടെ കണ്ണുകൾ അടച്ചു വേണം പ്രാർത്ഥിക്കാൻ. സ്വർഗസ്നായ പിതാവേ, ഇന്നത്തെ ഈ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിനയത്തോടെ വരുന്നു. പ്രഭുവേ, ഇപ്പോൾ പരീക്ഷ എഴുതുവാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ മനസ്സിലുള്ള ഫിയർ, ടെൻഷൻ, ആങ്സൈറ്റി എല്ലാം നീക്കണമേ. യേശുവപ്പ, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായി ഓർമ്മ വരുവാൻ സഹായിക്കണമേ. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പീസ്, കോൺഫിഡൻസ്, ഫോക്കസ് നൽകണമേ. ചില വിദ്യാർത്ഥികൾ പഠിച്ചിട്ടും ചിലപ്പോൾ മറന്നു പോകുന്ന സാഹചര്യമുണ്ടാകാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായി എഴുതുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. അത്തരത്തിലുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവേ, അവരുടെ മനസ്സിൽ റൈറ്റ് ആൻസേഴ്സ് ഓർമ്മിപ്പിക്കണമേ. ഹാൻഡ് റൈറ്റിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അങ്ങയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ കർത്താവേ. സമയക്കുറവ് കൊണ്ട് ചിലപ്പോൾ എക്സാം പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ അവരുടെ കൈകൾക്ക് സ്പീഡ്, വിസ്ഡം, ക്ലാരിറ്റി നൽകണമേ. പരിശുദ്ധാത്മാവേ, ചില വിദ്യാർത്ഥികൾക്ക് അസുഖം, ഫാമിലി പ്രോബ്ലംസ്, സാഡ്നെസ് എന്നിവ കാരണം നല്ലതുപോലെ തയ്യാറാകാൻ കഴിയാതെ പോയിരിക്കാം. അങ്ങനെയുള്ള എല്ലാവർക്കും നീ സ്ട്രെങ്ത്, ഹോപ്പ്, കറേജ് നൽകണമേ. പ്രഭുവേ, യേശോപ്പ, ഇതിനകം എക്സാം എഴുതിയ അനേകായിരം വിദ്യാർത്ഥികൾ ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലുള്ള വറി, ടെൻഷൻ നീക്കണമേ കർത്താവേ. അവർ വിചാരിച്ചതിലും നല്ല മാർക്സ് ലഭിക്കുവാൻ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, എക്സാം പേപ്പർ നോക്കുന്ന അധ്യാപകരുടെ ഹൃദയത്തിലും നീ കൈൻഡ്നസ്, അണ്ടർസ്റ്റാൻഡിങ് നൽകണമേ. വിദ്യാർത്ഥികളുടെ പരിശ്രമം കാണുകയും അവർക്ക് നല്ല മാർക്സ് നൽകുകയും ചെയ്യണമേ. പ്രത്യേകമായി 10th ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ, +2 എക്സാം, ഡിഗ്രി, PG, എൻട്രൻസ് എക്സാം, ഗവൺമെന്റ് എക്സാം, IELT, OET പോലുള്ള ഇന്റർനാഷണൽ എക്സാം എഴുതുന്നവർക്കും എല്ലാവർക്കും നീ വിസ്ഡം, നോളജ്, ക്ലാരിറ്റി, അവരുടെ പരിശ്രമ ഫലം, ക്ലാരിറ്റി ഓഫ് മൈൻഡ് എല്ലാം അവർക്ക് നൽകണമേ. സക്സസ്, വിക്ടറി, ഗുഡ് റിസൾട്ട് നൽകണമേ കർത്താവേ. യാക്കോബിന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം: നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനം കുറവുള്ളവനാണെങ്കിൽ
അവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ എല്ലാവർക്കും ധാരാളമായി നൽകുന്നു. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ ഞാൻ എല്ലാം ചെയ്യുവാൻ കഴിയും. സദൃശ്യവാക്യങ്ങൾ 3:5-6 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. നിന്റെ വഴികളെല്ലാം അവനിൽ ഏൽപ്പിക്കുക. അവൻ നിന്റെ പാതയെ നേരെയാക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ചെയ്യുന്ന സ്റ്റഡി, എഫേർട്ട്, ഹാർഡ് വർക്ക് ഒരിക്കലും വ്യർത്ഥമാകുകയില്ല. സ്റ്റഡി, പ്രേയർ ആൻഡ് ഫെയ്ത്ത് ഒന്നിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴികൾ തുറക്കും. ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർക്കും ഇതിനകം എക്സാം എഴുതിയവർക്കും റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പരിശ്രമത്തിന് വിജയം, നല്ല മാർക്ക്, നല്ല ഭാവി ലഭിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പ്രാർത്ഥനാ വിഷയമായി നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും എല്ലാവരും ശ്രമിക്കുക. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൂടെ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും സ്റ്റുഡൻസിനും ഷെയർ ചെയ്യുക. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഈ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കട്ടെ. നമ്മൾ വീണ്ടും അടുത്ത പ്രാർത്ഥനയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമീൻ.